ഗായ്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗായ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ രാത്രി എവിടെ പോകാമെന്ന് വെച്ചാൽ ഞാൻ തട്ടുകടയിൽ പോവാം കേട്ടോ. തട്ടുകടയിൽ ചെന്നപ്പോൾ തന്നെ നല്ല ദോശ ചുടുമായിരുന്നു കേട്ടോ. ആ ദോശ ചുടുന്ന വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ദോശ ചുടുന്ന എന്നെപ്പോലും കാണിക്കാതെ ആ ഫസ്റ്റ് ദോശ ചുടുന്ന വീഡിയോ എടുത്തത് ഗസ് ഇത് വേറെ ആരുടെയും കടയല്ല, എൻ്റെ ഉമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കടയാണ്. നല്ല അടിപൊളി സെറ്റ് ആംബിയൻസും എല്ലാം സെറ്റായിരുന്നു ഗൈസ്. പിന്നെ അവിടുത്തെ ഫുഡ് ദോശയും ചമ്മന്തിയും പിന്നെ മുളക് ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലുപരി അവിടുത്തെ ഓംലേറ്റും പിന്നെ 2 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഒന്ന് കാടമുട്ട റോസ്റ്റ് പിന്നെ കപ്പ ബിരിയാണി. അതിൽ കാടമുട്ട റോസ്റ്റ് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടോ. കപ്പ ബിരിയാണി അവിടെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അത് കാരണം തന്നെ കപ്പ ബിരിയാണി പെട്ടെന്ന് തന്നെ തീർന്നു പോയതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അതിലുപരി തന്നെ കാടമുട്ട നല്ല അടിപൊളി സെറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. തട്ടുകടയിലൊക്കെ അത് നൈറ്റ് വരണം, ഒരു നൈറ്റ് വൈബൊക്കെ ആ സമയത്തേ കിട്ടത്തുള്ളൂ. രാത്രി വന്ന് കഴിച്ചപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അടിപൊളി ഫീലുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് അവിടുത്തെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ആ മുട്ടയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ അടിക്കത്തില്ലേ, ആ മുട്ട അടിക്കുന്ന ആ ഒരു ഫീല് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ ഗൈസ്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇരുന്ന് ഓരോ വീഡിയോസിലും നിങ്ങളുടെ ലൈക്ക് വേണം, ഷെയർ വേണം, കമൻറ്റ് വേണം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി ഷെയർ വേണം, കമൻറ്റ് വേണം, സബ്സ്ക്രൈബ് വേണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആരും മറന്നു പോകരുത്. എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് സപ്പോർട്ട് തരണം. എൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.